അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഞാനിട്ട ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, അതിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, കലാക്ഷേത്രം അമൽനാഥ് കേട്ടിട്ടില്ലേ? പിന്നെ എന്താണ് ആ പയ്യനെ കുറിച്ച് അഭിപ്രായം? വളരെ നല്ല പയ്യൻ, കാണാനും സ്വഭാവവും നല്ല അസലായിട്ട് പഠിപ്പിക്കുന്നൊരു ഗിരിജ ജഡ്ജായിട്ട് പോയിട്ടുണ്ട്. കുറേ പ്രാവശ്യം പോയിട്ട് ആ കുട്ടിക്ക് പ്രൈസ്. ഇത് പ്രേക്ഷകർ കേൾക്കണം. ഈ ടീച്ചറെ നമ്മൾ ചോദിക്കരുത് ഏത് കുട്ടി ആരാണ് അത് പഠിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് തന്നെ, അതായത് ശക്തിയൊക്കെ എനിക്കൊക്കെ നന്നായിട്ട് ശക്തി പ്രതി അങ്ങനെ കുറേ ഡാൻസേഴ്സ് ഉണ്ടല്ലോ, അവരോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന ആ കുട്ടി നന്നായിട്ട് പഠിപ്പിക്കുന്ന കുട്ടിയാണ്, നല്ല ക്ലാസ്സാണ്, നല്ലതാണ്. അവിടെ ഇപ്പൊ എന്താ കേരളത്തിൽ തന്നെ 2-3 ഒരുപാട് ബ്രാഞ്ചസ് ഇട്ടുണ്ട് ആ പയ്യൻ. ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, ജഡ്ജ്മെന്റ് ഇരിക്കുമ്പോൾ കണ്ടത്, ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഒരു കാര്യമില്ല, നമ്മളെക്കാളും താഴെയായാലും മേലെയായാലും നമ്മൾ ബഹുമാനിക്കാന്ന് മാത്രല്ല ഗിരിജ, ഞാൻ പറയുകയാണെങ്കിൽ എത്ര വലിയ ഗുരുക്കന്മാരുടെ ശിഷ്യഗണങ്ങളും ആ ഗുരുവിനെക്കാട്ടിലും കഴിവുള്ള കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികൾ എന്നേക്കാൾ കഴിവുണ്ട്. എന്താ പറയുക, നമ്മൾ അഭിനയം, പ്രത്യേകിച്ച് അഭിനയത്തിനെ ഞാൻ പറയുള്ളൂ, അഭിനയമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പാഞ്ചാലി വസ്ത്രാക്ഷേപമോ ഒരു ഗീതോപദേശമോ SOR ഏത് സ്റ്റോറി ഇട്ട് കൊടുത്താലും ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, വലിയ പിള്ളേർക്ക് കേട്ടോ, കുഞ്ഞുങ്ങളല്ല, വലിയ പിള്ളേർക്ക് പറയും. പിന്നെ ഞാൻ പറയുന്നത്, കഥ നിനക്കറിയാലോ, നിൻ്റെ കയ്യിൽ നിന്നിട്ട് കുറച്ചൊക്കെ ചെയ്തോണം, മനസ്സിലായി? കഥ ഇതാണ്, അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല, കഥയിൽ നിന്ന് പുറത്ത് പോകരുത് എന്ന് പറയുമ്പോൾ അസാധ്യമായിട്ട്. എൻ്റെ ഒരു എക്സാമ്പിൾ പറയാതിന്, അതായത് ഈ ഇടയ്ക്ക് ഞാൻ കുമാരനാശാൻ്റെ വാസവദത്ത കളിച്ചു, സ്റ്റേജ് അതിനകത്ത് എനിക്ക് ഞാൻ തന്നെ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. അവൾ ഷാർജയിലാണ് ആ കുട്ടി. ഇപ്പോൾ എൻ്റെ പെറ്റായിട്ടുള്ളൊരു സ്റ്റുഡൻ്റായിരുന്നു, 3 പ്രാവശ്യം യൂണിവേഴ്സിറ്റി ഹാട്രിക്കായിട്ട് ഫസ്റ്റ് മേടിച്ചൊരു കുട്ടിയാണ് ഷീജാരാജ്. അപ്പം ഞാൻ ഓർക്കസ്ട്രക്കാരൊക്കെ വന്നിരുന്ന ഷാർജയിലല്ല, ഒരുപാട് ക്ലാസ്സിനും വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇതാണ് സംഭവം, കുമാരനാശാൻ്റെ കരുണയാണ്, വാസവദത്തയായിട്ട് നീ അഭിനയിക്കണം. വാസവദത്ത എന്ന് പറഞ്ഞാൽ പക്കാ ഒരു വേശ്യയുടെ റോളാണ് ആ ചെയ്യേണ്ടത്. അതാണ് ആ കഥ, അതാണ്. അറിയാലോ, ഗിരിജയ്ക്ക് അറിയാലോ. ഷീജ വന്നിട്ട്, ടീച്ചർ ഞാൻ ആ വരി ഒന്ന് തരുമോ, അങ്ങനെ പാട്ടിൻ്റെ വരി കൊടുത്തു. എന്നുവെച്ചാൽ കുമാരനാശാൻ്റെ വരി തന്നെയാണ് എടുക്കണത്, വേറെ പുറത്തുനിന്ന് വരിയൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ വരി, മോളെ ഇതാണ് വരി, നീ പെട്ടെന്ന് ഇത്ര ദിവസം നമുക്ക് ഇന്ന ദിവസമാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. അതായത് തോന്നക്കിൽ തന്നെ പ്രോഗ്രാമും, കുമാരനാശാൻ്റെ ആ ബിൽഡിങ്ങിലാണ് പ്രോഗ്രാം. അങ്ങനെ അസാധ്യമായിട്ട് ചെയ്തു ആ കുട്ടി. ഞാൻ കണ്ണു തള്ളിപ്പോയി അവൾ കളിക്കുന്ന കണ്ടിട്ട്. എന്നെ കൊണ്ട് പറ്റില്ല, ഉള്ള കാര്യം പറയാല്ല. വാസവദത്ത എന്ന് പറഞ്ഞൊരു വേശ്യാസ്ത്രീയുടെ ഒരു വേഷം, ഒരു ഭാവമൊക്കെ അതിനകത്ത് വരണ്ടേ. അപ്പോൾ ആ നോട്ടത്തിലും ആ ഒരു കാമം ശരിക്ക് വരണം. അസാധ്യം വലിപ്പമൊക്കെ ഉള്ള ഷീജയുടെ മുഖം അറിയാം, ഷീജ അറിയാലോ. അപ്പോൾ അങ്ങനെ അംഗീകരിക്കണം. എന്താ പറ്റാത്ത? ഞമ്മൻ്റെ കാലം മേലിരിക്കണം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ ഗുരുക്കന്മാർക്ക്? അതൊന്നും പറ്റില്ല. ഞാനിത് തുറന്നു പറഞ്ഞു, ഒരു ഗുരുക്കന്മാരും പറയില്ല ആ കുട്ടി എൻ്റെ താഴെയാണ്, അത് എൻ്റെ ശിഷ്യയാണ്. അതെന്താ ശിഷ്യായിക്കോട്ടെ, ശിഷ്യഗണങ്ങൾ നമ്മളെയൊക്കെ കഴിവുള്ളവരുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ കലാക്ഷേത്രത്തിൽ പഠിച്ച, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ പയ്യൻ പിന്നെയും പഠിച്ചു, അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ 1 വർഷം അധ്യാപകനായിട്ടിരുന്നു. അവൻ്റെ മേലെ വരാൻ നോക്കല്ലേ ഏട്ടാ. അമൽനാഥ് എന്ന് പറഞ്ഞാണ്ടല്ല, മിടുക്കനാണ് അവൻ. കളിപ്പിച്ചിട്ട് ഫസ്റ്റ് മേടിച്ചിട്ടില്ല, കളിച്ച് മേടിച്ചിട്ടുള്ളതാണ്. ചോര നീരാക്കി പഠിപ്പിച്ചതാ പയ്യൻ. ഞാൻ പലരോടും അന്വേഷിച്ചു. ഇതാ ഗിരിജ പോലും പഠിപ്പിക്കുന്നവർക്ക് അറിയാമല്ലോ അവരെത്രമാത്രം ബുദ്ധിമുട്ട്. അവളും പഠിപ്പിക്കുമ്പോഴേ സ്റ്റേജ് കളിപ്പിക്കാൻ എന്തുമാത്രം നമ്മൾ പ്രയത്നിച്ചിട്ടാണ് ആ കുട്ടി അത്രയും ലെവലിൽ ഒരു കോമ്പറ്റീഷനിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ തീരെ മോശം കുട്ടികൾക്ക് പറ്റില്ല. പഠിപ്പിച്ചാലല്ലേ പറ്റൂ. എന്ത് പഠിപ്പിച്ചാലും ഗിരിജ ഫുട് വർക്ക് വരണ്ടേ കാലിൽ. പട്ടപട്ടാന്ന് പറഞ്ഞ മത്സരത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു വർണ്ണം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ അറിയാൻ വേണ്ടിയിട്ട് പറയണം. 3/4 മണിക്കൂർ 1 മണിക്കൂർ. പത്മാ സുബ്രഹ്മണ്യം, ചിത്ര വിശ്വേശ്വരനൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുതിലൊക്കെ തിളങ്ങി വിളങ്ങി ട്രിവാൻഡ്രത്തും കേരളം ഒറ്റക്ക് കളിച്ചവരാണ്. അവരൊക്കെ വന്നിട്ടുണ്ട് കലാമണ്ഡലത്തിലൊക്കെ പ്രോഗ്രാം. ഇവരൊക്കെ 1.5 മണിക്കൂർ ഒരു വർണ്ണം ചെയ്യുന്നത് അറിയാം. പ്രേക്ഷകരറിയണം ഈ 1.5 മണിക്കൂർ വർണ്ണമാണ് യുവജനോത്സവം ഭാഗത്ത് വരുമ്പോൾ 9:55 കർട്ടൻ ഇടുന്ന ഭാഗത്തിനാക്കുന്നത്. എത്ര കണ്ട് ജോലിയുണ്ട് ഒരു അധ്യാപകനെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നത്. 1.5 മണിക്കൂർ ചെയ്യും പത്മയൊക്കെ ഒരു വർണ്ണം അറിയാം. അപ്പോൾ ചോദിക്കും 1.5 മണിക്കൂർ എന്തിനാ ചെയ്യുന്നതെന്ന്. ഓരോ കഥകളങ്ങ് അഭിനയിക്കും. വിന്യാസം അത്രയും അഭിനയിക്കുന്ന 5 ചരണസ്വരങ്ങൾ 4 എണ്ണമൊക്കെ കാണും. 4 ചരണസ്വരം, 5 പിന്നെ ജതികൾ 5. ഒരു സ്വരം തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അത് ജതിയാണെങ്കിൽ 5-6 എണ്ണം കളിക്കും അവർ.
ഇതിനെയാണ് വെട്ടി ചുരുക്കിയിട്ട് മത്സര ഫീൽഡിലോട്ട് വരുമ്പോൾ 9:55 നിർത്തിക്കോളൂ. അല്ലെങ്കിൽ അവരെന്താ പറയുക, സാറന്മാരിയ്ക്കുക സ്റ്റേജിൽ അവർ കറക്റ്റ് ലൈറ്റ് റെഡ് ആദ്യം യെല്ലോ 9 മിനിറ്റിൽ യെല്ലോ ലൈറ്റ് കത്തും, 10 മിനിറ്റിൽ റെഡും കത്തും. അപ്പോൾ പിന്നെയും കുട്ടി ഒരു സെക്കൻഡും കൂടെ കളിക്കുകയാണെങ്കിൽ റിമാർക്സായി, പിന്നെ ആ കുട്ടിക്ക് സമ്മാനമില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ അമൽനാഥിനെ പോലെയും അല്ലെങ്കിൽ മോസേപ്പ് പഠിപ്പിക്കണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അറിഞ്ഞുകൂടാ. പിള്ളേരെ മത്സരത്തിന് കൊണ്ടുപോകണമെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അമൽനാഥ് പഠിപ്പിച്ച് കിട്ടിയല്ലോ. അപ്പോൾ കിട്ടിയവരെ അംഗീകരിക്കുക. എന്താണാവോ അത്ര പാട്ടി, എന്താ അത്ര വിഷമം? ഞങ്ങളൊക്കെ തൻ്റെ പ്രായം കഴിഞ്ഞ് വന്നവരല്ലേ അല്ലേ, ഞങ്ങളൊക്കെ സമ്മതിക്കാറുണ്ടല്ലോ. ഇപ്പം റിഗാറ്റ ഗിരിജ ഒന്നാന്തരമായിട്ടൊരു സ്ഥാപനം നടത്തുകയാണ് ഇവിടെ. താൻ അവിടെ പഠിച്ചില്ലേ? ഞാൻ ഗിരിജയും രാവിലെ വിളിച്ച്, പ്രദീപിനെയും വിളിച്ച്, ആറബി ഉണ്ണീനെയും വിളിച്ച്, എല്ലാവരും വിളിക്കണമല്ലോ. എന്നിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിലേക്ക് കടക്കാവൂ. എടാ സത്യഭാമ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് വിളിച്ച് പറഞ്ഞു പറയണ്ട. നീ ഞാനിട്ട പോസ്റ്റിൽ അവസാന ഭാഗത്തെ ഗിരിജ ഞാൻ പറഞ്ഞു, മോനെ അവിടെ ഒരു സ്ഥലം, എൻ്റെ അറിവിലൊരു സ്ഥലമുണ്ട് എറണാകുളത്ത്. ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മാവനാ, DYSP ആണ് പുള്ളി. അവിടെ ഒരു സ്ഥലം ഒഴിവുണ്ട്, എന്നോട് വന്ന് ക്ലാസ് എടുക്കാൻ പറഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ ഒരു പയ്യുണ്ട്, നല്ല അഭിപ്രായം ഉണ്ട് അവനെക്കുറിച്ച്, ഞാൻ വേണമെങ്കിൽ അവന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പോസ്റ്റിലടിയിൽ ഇതിന് എടുത്ത് പറഞ്ഞേക്കണം ഈ കൊച്ച് അമ്മു. പോലീസുകാരുടെ പേരൊക്കെ പറഞ്ഞിട്ട്, ഓ അതെനിക്കറിയാം, പിന്നെ നിനക്ക് വല്ലൊരു പേടിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പെൺപിള്ളേരെ എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ആരെയാണ് പേടി അതെന്ന് പറഞ്ഞാട്ടെ, വല്ലൊരു പേടിയുണ്ടോ? ഇല്ലില്ല. നിങ്ങൾ പറയണത് ശരി അല്ലേ? പോലീസുകാരെടുത്തിട്ട് അടിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ, ഇല്ല ഫോൺ എടുത്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. ലെവലല്ല പെൺകുട്ടികൾ, എന്നിട്ട് എടുത്തിട്ട് അടിക്കണ. അവർ മിണ്ടാതെ നിൽക്കുക, ഓരോന്നെടുത്ത് എറിയുന്നു, ഓരോന്നെടുത്ത് പറയുന്നു. അപ്പം ഞങ്ങളും ആ പ്രായം കഴിഞ്ഞ് വന്നവരാ. നിനക്ക് ഡാൻസ് അല്ല വേണ്ട, നിൻ്റെ വായില നാക്കുണ്ടല്ലോ, അസാധ്യ നാക്കാ, അതിന് നല്ല സാധകമുണ്ട്, അത് മനസ്സിലായി. അതെ, നല്ല കഴിവുണ്ടെങ്കിലേ ചെയ്യേണ്ടത് എന്താ അറിയോ? മുദ്രകളുടെ വിനിയോഗം കാണിക്കുക, അസാധ്യമായിട്ട് പാടിയിട്ട് ഒന്ന് അഭിനയിക്കുക. അല്ലെങ്കിൽ നല്ല തിസ്രം മിശ്രം ചതുരശ്രം കണ്ടം സങ്കീർണം, ഈ 5 ജാതിയിൽ ഓരോ ജതികൾ പറഞ്ഞ് പിള്ളേർക്ക് അങ്ങ് ഇട്ട് കൊടുക്ക്. കുറേ പിള്ളേർ ഈ ഫോണിന് മുമ്പിൽ ഇരിപ്പുണ്ട്, ഡാൻസ് ടീച്ചർമാർ എന്തോന്ന് ഇടണമെന്ന് നോക്കിയിട്ട്. താം തരുത്ത തക്കണ്ടക്ക ജോം ജോം തത്ത ജോം തജൊന്ന് ജോണു തക്ക ജോണു തത്തി തത്തിക്കിട്ടോ താ തരുത്ത തക്ക, ഇതുപോലത്തെ കണ്ട ജാതിയിലൊക്കെ ഓരോ ജതികൾ ഇട്ടിട്ട് അങ്ങ് ഇട്ട് പറയുക കേട്ടാ. വന്നിരുന്നിട്ട് സ്പീഡിൽ കാണാപാഠം പഠിച്ചിട്ട് വന്നിരുന്ന് ഫേസ്ബുക്കിൽ വന്ന് പറഞ്ഞിരിക്കുന്നതല്ല. നാട്ടുകാരെ കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞിരിക്കാനല്ല. അപ്പോൾ പറയും ടീച്ചർ ഇപ്പോൾ കുറ്റമല്ലേ, ഇതെൻ്റെ ആവശ്യമാണ്. ഇയാളെന്നെ ഇന്നലെ പറഞ്ഞത് ഈ ഒരു പേജിൽ വന്നിരുന്നിട്ട് പേജിലിരുന്ന് പറഞ്ഞില്ലേ, അഭിനയിക്കണം, ഓരോരുത്തരൊക്കെ അഭിനയിക്കാം. പിന്നെ നിൻ്റെ അടുത്ത് അഭിനയിച്ചിട്ട് വേണം എനിക്ക് കഞ്ഞി കുടിക്കാനായിട്ട്. അഭിനയിക്കുന്നല്ല, ഞാൻ തൻ്റെ പേരൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞോ, ഞാൻ അമൽനാഥൻ്റെ കൂടെ നിന്നതാണ് നിൻ്റെ വിഷയം. കഴിവുള്ളവരുടെ കൂടെ നിൽക്കേണ്ട എന്തത്ര വിഷമയ്യാക്ക്. ഗിരിജ വരെ അംഗീകരിച്ചു, എൻ്റെ ഗുരുവല്ലേ ഗിരിജ, റിഗാറ്റ ഗിരിജ വരെ അമൽനാഥനെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് ആ പയ്യനെ. ആ പയ്യൻ്റെ സ്വഭാവമൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ്റെ കയ്യിൽ തൊഴിലുണ്ടോ നോക്ക് കേട്ടാ. കണ്ണി കണ്ട പയ്യന്മാർ വളർന്നു വരുമ്പോഴേ അവരെ ചവിട്ടി തേക്കാൻ നോക്കരുത്. അവർ ഉയർന്നു വരട്ടെ. ഇപ്പോൾ പ്രായമായിട്ട് കലാകാരന്മാരെ മനുഷ്യന്മാരൊക്കെ മരിച്ചു പോകുന്നില്ലേ? അപ്പോൾ അടുത്ത ജനറേഷൻ വരണ്ടേ? അങ്ങനെയല്ലേ, ഏത് മേഖലയിലും അതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞതിനെല്ലാം വെട്ടുന്ന രീതിയിൽ നീ ഒരു പോസ്റ്റ് ഇന്നലെ ഇട്ട്. അപ്പം അതിന് ബദലായിട്ട് ഞാനും വന്നേ. ഇനി നീ ഞാൻ പറഞ്ഞതിന് ബദലായിട്ടിട്, അപ്പം ഞാൻ പിന്നെയും വരും. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളൊരിത്, ദൈവത്തെ ഓർത്ത് ഇവരുടെ അടുത്ത് പിള്ളേരെ വിടല്ലേ പഠിക്കാൻ. പിള്ളേരെ വിട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ സ്വഭാവം ആ പിള്ളേർ പഠിക്കും. ഗുരുക്കന്മാർക്ക് ഒരുപാട് ഗുരുവിന് വേണ്ട ലക്ഷണങ്ങൾ ഞങ്ങൾക്ക് തിയറിയിൽ പഠിക്കാനുണ്ട് ഇല്ലേ? പിന്നെ വെറുതെ ഗുരു ആവില്ല, ഗുരുവിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അതേപോലെ കുട്ടികൾക്കും ഉണ്ട്. നൃത്താധ്യാപകരെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് ആവുമൊന്നുമില്ല. സെൻറ് തെരേസസിലല്ലേ ഇയാൾ പഠിച്ചേ? അപ്പോൾ എത്ര കണ്ട് ഗുരു. ഈ സാധാരണ കോളേജുകളുടെയൊക്കെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ നമുക്കറിയാം, അത് നമ്മളെ പഠിപ്പിക്കേണ്ട.
പിന്നെ നീ മദ്രാസിൽ പോയിട്ട് BA MA ഒക്കെ കുടച്ചക്രങ്ങളൊക്കെ എടുത്തെന്ന് പറഞ്ഞു. പിന്നെന്താ, 10 മണിക്ക് തുടങ്ങുന്ന ഒരു ക്ലാസ്സല്ലേ പഠിച്ചിട്ടുള്ളൂ. ഞങ്ങളന്ന് അതല്ല, വെളുപ്പാങ്കാലത്ത് തുടങ്ങണമാണ് 5 മണിക്ക്. 5 മണിക്ക് ക്ലാസ്സിൽ കയറണം. അപ്പോൾ 4 മണിക്ക് എഴുന്നേക്കണം. മനസ്സിലായ? അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് അങ്ങ് കളിക്കുക. എൻ്റെ അടുക്ക വരല്ല കേട്ടാ. നീ അമൽനാഥിൻ്റെ അടുത്ത് കളിച്ച അവരൊക്കെ ആമ്പിള്ളേരാണ്. അവൻ ഒറ്റയ്ക്കൊന്നുമല്ല, അവൻ്റെ കൂടെ ആൾക്കാരുണ്ട്. അവരും പ്രതികരിക്കും കുറേ കഴിയുമ്പോൾ. കേട്ടല്ലോ? കയ്യിൽ വെച്ചിരുന്നാൽ മതി അടവുകളൊക്കെ. അതൊക്കെ നല്ല നല്ല പിള്ളേർക്ക് അവനവൻ്റെ കഴിവിനെ കാണിച്ചു കൊടുക്കും. നീ വിനിയോഗങ്ങൾ, മുദ്രകളുടെയൊക്കെ വിനിയോഗങ്ങൾ കാണിച്ചിട്ട് പുറത്തേക്ക് വാ. അസാധ്യമായിട്ടൊരു പാട്ട് പാട്. നീ സാമാന്യം ഇത്തിരി പാടുന്നൊക്കെ ഗിരിജ എൻ്റെ അടുത്ത് പറഞ്ഞു, റിഗാറ്റ ഗിരിജ കേട്ടാ. അല്ലാണ്ട് നീ ഈ പറഞ്ഞ പോലെ സത്യഭാമ ടീച്ചറിൻ്റെയും ഗിരിജ ടീച്ചറിൻ്റെയും അവരുടെയും ഇവരുടെയൊക്കെ അമൽനാഥിൻ്റെയൊക്കെ പുറകെ നടന്ന് വെറുതെ നാറണ്ട. കേട്ടല്ല? കുറച്ചും കൂടിയൊക്കെ വായലനാക്ക് കണ്ടത് വിളിച്ച് പറയാൻ നടക്കരുത്. നീ എല്ലാവരുടെ കാര്യത്തിലും ഇടപെടണം. എന്തിനാ ഇയാളാര്? അങ്ങനെ ധരിക്കല്ലേ. നടരാജന് മുമ്പ് ജനിച്ചതാ. അങ്ങനെ വല്ല തോന്നലുണ്ടോ? അങ്ങനെ ഗിരിജയ്ക്ക് തോന്നുന്നുണ്ടോ? നടരാജന് മുമ്പ് ജനിച്ചതുപോലെയാണ് പുള്ളിക്കാരത്തിയുടെ ഭാവങ്ങളൊക്കെ പറയണ കേട്ടെ. ഞാൻ ഈ കുട്ടിയുടെ പേജ് എടുത്ത് നോക്കുമ്പോഴേ എപ്പോഴും ഡാൻസിനെ കുറിച്ച്, ഇപ്പം ഞാൻ ഒരുപാട് ഡാൻസിനെ കുറിച്ചൊക്കെ ഇട്ടുണ്ട്. ഇപ്പോഴത്തെ ഭാവയാമി ഗോപാലബാലം മനസേവിതം ത്വൽപദം ചിന്തയേഹം സദാ ഭാവയാമി ഗോപാലബാലം മനസേവിതം ത്വൽപദം ചിന്തയേഹം സദാ ഭാവയാമി ഭാവയാമി ഭാവയാമി. ഇതുപോലെ ഒന്ന് പാടിയിട്, അല്ലെങ്കിൽ ഒരു ത്രികാല ചെതി പറഞ്ഞിട്. പിള്ളേർ ഇരിക്കുന്നത് കാണട്ടെ, ഞങ്ങളും കാണാം. ഞങ്ങൾക്ക് മാത്രം കഴിവെന്ന് ഗിരിജയ്ക്ക് അങ്ങനെ വല്ല തോന്നലുണ്ടാ? ഗിരിജയാണ് ഏറ്റവും വലിയ ആളെന്ന്. അങ്ങനെ എനിക്ക് 100% ഇല്ല. നമ്മൾ അംഗീകരിക്കണം ആരാന്നറിയാം? നമ്മുടെ കഴിവ് കേട്ട് ജനം അംഗീകരിക്കണം. എന്നിട്ട് നമ്മളങ്ങ് പറയാം ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നീ അതാണ്. ഞാനാണ് വലിയ ആൾ. അതൊന്ന് നിർത്ത് കേട്ടാ. നിർത്തിയില്ലെങ്കിൽ ഇനി ഞാൻ പറയും. എറണാകുളത്ത് വന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി. ഞാൻ കലാമണ്ഡലത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയ ആളാണ്, അറിയോ? കേട്ടല്ലോ? ഓക്കെ ഗിരിജയ്ക്ക് വല്ലതും പറയാണ്ട? അല്ല, എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ എത്ര ഉയർന്നതായാലും നമ്മളെല്ലാം ഉയർന്നു എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർ പറയട്ടെ, അവർ കൊള്ളാം, അവർ തിരക്കേട്ടില്ല. ഇനിയിപ്പോൾ എത്ര നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരായാലും വിവരമുള്ളവരാണെങ്കിൽ ബഹുമാനിക്കണം. നമ്മളൊരു ചെറിയൊരു ബഹുമാനം കൊടുക്കുന്നതിന് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഉള്ളതന്നെ നമുക്ക് കൂടാനേ വഴിയുള്ളൂ. അതുകൊണ്ട് ആരും വില കുറച്ച് കാണരുത്, ഒരാളും വില കുറച്ച് കാണരുത്. എൻ്റെ ഒരു ചെറിയ സത്യം അറിയാതെ ഒരു കാര്യം പറയരുത്. അതെ, അതല്ലേ? ഇപ്പൊ അമൽനാഥ് പൈസ കൊടുത്ത് മേടിച്ചു എന്നാണ് പറയണത്. ജഡ്ജസിനെ പിടിച്ച് സത്യം അറിയാവോ? അറിഞ്ഞൂടാ. അതാ പറഞ്ഞ. അപ്പൊ സത്യം അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. അതുകൊണ്ട് അത് നോർത്തോളൂ കേട്ടാ. നന്ദി, നമസ്കാരം.